ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ സ്റ്റോറിയായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയുടെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. വളരെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലെറ്റ്സ് റിവൈൻഡ് ആണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡസ് ഗ്രാനി ഫൈനലി അഗ്രി ടു ട്രാവൽ ടു മസൂറി? എന്തുകൊണ്ടാണ് ഫൈനലി മസൂറിയിലേക്ക് പോകാൻ ഗ്രാനി സമ്മതിച്ചത്? ഗ്രാനി ഫൈനലി അഗ്രീസ് ടു ട്രാവൽ ടു മസൂറി ബിക്കോസ് ഷി നീഡ്സ് ന്യൂ ഗ്ലാസസ് ആൻഡ് ലേൺസ് ദാറ്റ് മണി വിൽ അക്കമ്പനി ഹർ ഓൺ ദ ജേർണി. ഹിസ് കമ്പനി മേക്സ് എ ഫീൽ കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി. എന്തായാലും കന്നഡ വാങ്ങണമായിരുന്നു, മാത്രമല്ല കൂടെ പോകുന്നത് മണിയാണ് എന്ന് കൂടി മനസ്സിലാക്കിയപ്പോഴാണ് കൂടുതൽ സന്തോഷമായിട്ട് മുത്തശ്ശി സമ്മതിച്ചത്. കാരണം അവൻ്റെ കൂടെയുള്ള യാത്ര മുത്തശ്ശിക്ക് ഒരുപാട് കോൺഫിഡൻസും സന്തോഷവും നൽകും. രണ്ടാമത്, ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡൻറ്റ് ഇൻ ദ സ്റ്റോറി. സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻസ്റ്റൻസസ്. എന്താ പറയുന്നത്? ഗ്രാനിയുടെ കോൺഫിഡൻസും ഡിറ്റർമിനേഷനിലെ ഉറച്ച ദൃഢനിശ്ചയമൊക്കെ നമുക്ക് ഈ സ്റ്റോറിയിൽ ശരിക്കും കാണാൻ പറ്റും. അത് എക്സാമ്പിൾ സഹിതം വിവരിക്കാനാണ് പറയുന്നത്. ഗ്രാനി വാസ് കറേജിയസ് ആൻഡ് ഡിറ്റർമിൻഡ്. വളരെ ധൈര്യമുള്ള സ്ത്രീ ആയിരുന്നു. ദോ ഷി ഹാഡ് പുവർ ഐസൈറ്റ് ആൻഡ് വാസ് 70 years old, ഷി കോൺഫിഡൻ്റ്ലി വാക്ക്ഡ് ലോങ് ഡിസ്റ്റൻസസ്. ഒരുപാട് ദൂരം, 70 വയസ്സായി, കാഴ്ച കുറവാണ്, എന്നിട്ട് കൂടി ഒരുപാട് ദൂരം ഗ്രാനി നടന്നു. ഷി ഡിഡ് നോട്ട് ഗിവ് അപ്പ് വെൻ എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക് ദ റോഡ് ആൻഡ് കണ്ടിന്യൂഡ് ദ ജേർണി ത്രൂ മൗണ്ടൈൻ പാത്സ് ടു റീച്ച് മസൂറി. ആ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് ബ്ലോക്കായി, ബസ് പോകുന്ന വഴി ബ്ലോക്കായിട്ട് പോലും ഒഴിവാക്കാൻ വേണ്ടി ഗ്രാനി തയ്യാറായിരുന്നില്ല. നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് മസൂറിയിലേക്ക് കൊച്ചുമോൻ്റെ കൂടെ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് അവരുടെ ധൈര്യവും ദൃഢനിശ്ചയം കാണിക്കുന്നതാണ് അല്ലേ? യെസ്. അടുത്ത മൂന്നാമത്, ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദെയർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? ഗ്രാനിയെ എങ്ങനെയാണ് മണി സപ്പോർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മണി അക്കമ്പനീസ് ഗ്രാനി ത്രൂ ഔട്ട് ദ ജേർണി. കൂടെ തന്നെ പോകുന്നുണ്ട് ഗ്രാനിയുടെ അല്ലേ മണി. ഹെൽപ്സ് ഹെർ ഫൈൻഡ് ദ വേ. വഴി കാണിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. കെയേഴ്സ് ഫോർ ഹെർ. വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശിയെ. ആൻഡ് എൻകറേജസ് ഹെർ വെൻ എവർ നീഡഡ്. എപ്പോഴെങ്കിലൊക്കെ ധൈര്യം കൊടുക്കുന്ന സമയം വന്നിട്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ശക്തി കൊടുക്കുകയോ ധൈര്യം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദിസ് ഷോസ് ദാറ്റ് ഹീ ഈസ് ലവിങ്, കെയറിങ്, റെസ്പോൺസിബിൾ ആൻഡ് ഹെൽപ്ഫുൾ. വളരെ കെയറിങ് ആണ്, ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്, സ്നേഹമുള്ള ആളാണ്, സഹായിക്കാൻ മനസ്സുള്ള ആ കുട്ടിയാണ് എന്നൊക്കെ ഷോ ചെയ്യുന്നു. നാലാമത്തത്, എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് എ ബ്ലെസ്സിങ് ഇൻഡീഡ്. അല്ലേ, നമുക്ക് തലചായ്ക്കാൻ ഒരു ഷോൾഡർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ്. ഡോണ്ട് യു അഗ്രി? നിങ്ങൾ സമ്മതിക്കുന്നില്ലേ അത്? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്? രണ്ട് ജനറേഷൻ തമ്മിലുള്ള സ്റ്റോറി ബോണ്ടാണ് കാണിക്കുന്നത് ഇവിടെ അല്ലേ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ ആ ഒരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ അഗ്രി. തീർച്ചയായിട്ടും ഞാൻ അഗ്രി ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമുക്ക് തലചായ്ച്ച് കിടക്കാനും പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും ബ്ലെസ്ഡ് ആണ് നമ്മളൊക്കെ. ഇനി എന്ത് സ്വത്തില്ല പണമില്ല എന്ന് പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയൊക്കെ ഏറ്റവും വിലമതിച്ച് സ്നേഹിക്കുക കേട്ടോ. യെസ്, ഇനി നോക്കാം. ദ സ്റ്റോറി ഷോസ് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. ഗ്രാനിയും മണിയും തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ഗ്രാനി ലവിംഗ്ലി റേസ്ഡ് മണി. സ്നേഹത്തോടു കൂടിയാണ് മണിയെ വളർത്തിയത്. ആൻഡ് മണി കെയർഡ് ഫോർ ഹർ ഡ്യൂറിങ് ദ ജേർണി. മണി ശരിക്കും മുത്തശ്ശിയെ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ. മുത്തശ്ശി ക്ഷീണമുണ്ടോ, ഇരിക്കണോ, നടക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വിശ്രമിക്കണോ എന്നൊക്കെ മണി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ദ സപ്പോർട്ടഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ലോണം സപ്പോർട്ട് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് പോകുന്നത്. കാരണം ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുത്തശ്ശി ക്ഷീണിച്ചിട്ട് മണിയുടെ മേത്ത് ഷോൾഡറിൽ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മണി മുത്തശ്ശിയുടെ ഷോൾഡറിൽ കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ. ഷോയിങ് ദ അഫെക്ഷൻ, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ജനറേഷൻ. അവർ തമ്മിലുള്ള അഫെക്ഷനാണ് കാണിക്കുന്നത്, വിശ്വാസമാണ് കാണിക്കുന്നത്. അവർ തമ്മിലുള്ള രണ്ടാളും തമ്മിൽ മാനസികമായിട്ടുള്ള ഐക്യമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. താഴെ തന്നിരിക്കുന്ന ഭാഗം വായിക്കാനാണ് പറയുന്നത്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വെർ ബാത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. നമ്മൾ പഠിച്ച ലൈൻസ് തന്നെയാണ് അല്ലേ. മഴ നിന്നു, സൂര്യൻ വന്നു, പച്ച ലൈറ്റായിട്ടുള്ള പച്ച കളർ, പാടങ്ങളുടെ പച്ച കളറിലും പിന്നെ മരങ്ങളുടെ ഡാർക്ക് പച്ച കളറും ഒക്കെ ഫോറസ്റ്റിൻ്റെ ഡാർക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കേ കൂടി കുന്നുകളുടെ ഇടയിലേക്കൂടി സൂര്യപ്രകാശം വരുന്നുണ്ടായിരുന്നു. എന്താ ചോദിക്കുന്നത് നമ്മളോട്? ഡു ദീസ് ലൈൻസ് ക്രിയേറ്റ് എ പിക്ചർ ഇൻ യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞ് വന്നോ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ? യു മേ അറ്റംപ്റ്റ് ടു ഡ്രോ എ പിക്ചർ. നിങ്ങളോട് സ്വന്തമായിട്ടൊരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പം ഞാനിത് AI സഹായത്തോടെ ഉണ്ടാക്കിയൊരു പിക്ചറാണ്. നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു പിക്ചർ വരയ്ക്കുക കേട്ടോ. അടുത്തത്, ഗ്രാനി ആൻഡ് മണി സ്റ്റാൻഡ് ഓൺ ദ സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദെയർ വേ ടു നെയിൽ. They look around. Mani is really amazed by the beauty of the scene. Imagine this is the view. Okay, എന്താ പറയുന്നത്? മണിയും ഗ്രാനിയും കൂടി നയനിലേക്ക് നടന്നു പോകുമ്പോൾ
എന്താണ് വലിയൊരു കുന്നിൻ്റെ മേലെ എത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ടേക്ക് നോക്കിയിട്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കലാണ്. മണി അത് കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ പറയണ ഈ താഴെ തന്നിരിക്കുന്നതാണ് ആ ഒരു വ്യൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ടോ ദിസ് ഈസ് ഹൗ ഡിസ്ക്രൈബ്സ് ദ പ്ലേസ് ടു എ ഫ്രണ്ട്. ഇങ്ങനെയാണ് അവൻ ഈ ഒരു ബ്യൂട്ടി, ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കാലോ. ദ വ്യൂ ഓഫ് ദ സ്നോ ക്രാബ് പീക്സ്, the rocky terrain and the crystal clear water in the river nearby were just breathtaking. എന്താ പറയുന്നത്? വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വലിയ ഉയർന്ന മലനിരകളുണ്ട്, പിന്നെ ഭംഗിയുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട്, വലിയ പാറക്കെട്ടുകളുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളെ മനം കുളിർപ്പിക്കുന്നതാണ്. എ ബീം ഓഫ് ലൈറ്റ് കമ്മിങ് ത്രൂ ദ വൈറ്റ് ക്ലൗഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്രില്യൻസ് ഓൾ അറൗണ്ട്. ചെറിയൊരു പ്രകാശകിരണം മേഘങ്ങൾക്കിടയിലൂടെ ഒക്കെ വരുന്നുണ്ട്. അത് വളരെ മനോഹരമാണ്. പിന്നെന്താ, ദ ടോൾ ഡാർക്ക് ഗ്രീൻ ട്രീസ് സീം ഗ്ലോയിങ് ടു. വലിയ പച്ച മരങ്ങൾ എങ്ങനെ ഗ്ലോയിങ് അല്ലേ, തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നു. ദ മിസ്റ്റി മോർണിംഗ് വാസ് ഗിവിംഗ് വേ ടു ദ ബ്രൈറ്റർ ഡേ. മിസ്റ്റി മൂടൽമഞ്ഞ് വീണ രാവിലെ അതിൻ്റെ അത് മാറിയിട്ട് നല്ല തെളിഞ്ഞ ദിവസമായി മാറുന്നു. ദ വാസ്റ്റ് വാലി വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ ഗ്രീൻ ഷെയ്ഡ്സ് ഓൾ ഓഫ് വിച്ച് വർ മെസ്മറൈസിങ്. എന്താ പറയുന്നത്? വളരെ വിസ്മയം നിറയ്ക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. പലതരത്തിലുള്ള പച്ച കളർ അല്ലേ, ലൈറ്റ് പച്ചയുണ്ട്, ഡാർക്ക് പച്ചയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വളരെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചയാണ് എന്നൊക്കെയാണ് മണി വിവരിക്കുന്നത്. Now let's list the words or phrases that help Mani describe the place in the table below. One has been done for you. മണിയെ ഈ ഒരു ചിത്രത്തെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാൻ സഹായിച്ച ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. നമ്മളോട് ബാക്കി ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ്? സ്നോ ക്രാപ്ഡ് പീക്ക്, എങ്ങനെയാണ്? മഞ്ഞു മൂടിയ മലനിരകൾ. റോക്കി ടെറൈൻ, പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രദേശം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. വൈറ്റ് ക്ലൗഡ്സ്, വെള്ളമേഘങ്ങൾ. ടോൾ ഡാർക്ക് ഗ്രീൻ ട്രീസ് അല്ലേ, നീളം കൂടിയ വളരെ പച്ച കളറിലുള്ള അല്ലേ, ഇരുണ്ട പച്ച കളറിലുള്ള മരങ്ങൾ. പിന്നെ വാസ്റ്റായിട്ടുള്ള വാലി, വളരെ വിശാലമായിട്ടുള്ള താഴ്വരകൾ. ഇതൊക്കെയാണ് അതിൽ തന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളെ വിശദീകരിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫ്രേസസ്. ദ വേർഡ്സ് ഓർ ഫ്രേസസ് വി യൂസ് ടു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് എ പ്ലേസ് ആർ യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. ഒരു സ്ഥലത്തെ അതിനെ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിന് അല്ലെങ്കിൽ ഫ്രേസസിന് പറയുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് കേട്ടോ. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി, നൗ ലെറ്റ്സ് ട്രൈ ടു ഡിസ്ക്രൈബ് ദ പ്ലേസ് ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് നമ്മളോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്, വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ. ദ പ്ലേസ് ലുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമാധാനം നിറഞ്ഞൊരു സ്ഥലമായിട്ട് തോന്നുന്നു. ദ ലഷ് ഗ്രീൻ ഫീൽഡ്സ് stretched far into the distance under the bright blue sky. എന്താ പറയുന്നത്? നല്ല തെളിഞ്ഞ നീല കളർ ആകാശത്തിന് താഴെയായിട്ട് വളരെ സമൃദ്ധമായിട്ടുള്ള പച്ച കളറുള്ള പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ദ ടോൾ ഗ്രീൻ ആൻഡ് ഗോൾഡൻ ട്രീസ് ആഡ് ചാം ടു ദ സീനറി. വളരെ നീളത്തിലുള്ള പച്ച കളറുള്ള അല്ലെങ്കിൽ ഗോൾഡൻ കളറുള്ള മഞ്ഞ കളറൊക്കെയുള്ള മരങ്ങൾ ആ ബ്യൂട്ടിയെ കൂടുതൽ മനോഹരമാക്കുന്നു, ആ സീനറിയെ കൂടുതൽ മനോഹരമാക്കുന്നു. The warm sunshine spreads its light all around, making the landscape look vibrant and fresh. അല്ലേ, vibrant അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. The gentle breeze and the pleasant surroundings. എങ്ങനെയുള്ള സറൗണ്ടിങ്സ് ആണ്? പ്ലസൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് ക്രിയേറ്റ് എ കാം ആൻഡ് റിഫ്രഷിംഗ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ വളരെ മനോഹരമാക്കി തീർക്കുന്ന നല്ല തണുത്ത കാറ്റുണ്ട് അല്ലേ, വളരെ മൃദുവായ കാറ്റുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള മനസ്സിനെ കുളിർപ്പിക്കുന്ന സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് അവിടെ സൈഡിൽ ബോക്സിൽ തന്നിട്ടുള്ളത് കേട്ടോ. ആക്ടിവിറ്റി 2. Granny and Mani return after their thrilling experience of walking and exploring the surroundings. At home, Mani shares his experience with his father. Write the likely narrative. ഗ്രാനിയും മണിയും അല്ലേ, മുത്തശ്ശിയും മണിയും കൂടിയിട്ട് അവരുടെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി അച്ഛനോട് മണി വിശദീകരിക്കലാണ് പോയ യാത്രയെക്കുറിച്ച്. എങ്ങനെയായിരിക്കും പറയാമെന്ന് നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. യെസ്, ഫാദർ, അച്ഛാന്ന് വിളിച്ചിട്ട് പറയലാണ്. ഐ ഹാഡ് an unforgettable journey with Granny. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു മുത്തശ്ശിയുടെ കൂടെ. We walked through steep mountain paths and beautiful valleys on our way to Nain. നയനിലേക്ക് പോകുന്ന വഴിക്ക് വളരെ ചെങ്കുത്തായ പാറയിലിടക്കിലൂടെയും നല്ല കുന്നിൻ ചെരുവിലൂടെയൊക്കെ നടന്നു. Though Granny was old, she was very brave and determined. വളരെ വയസ്സായെങ്കിൽ പോലും മുത്തശ്ശി വളരെ ധൈര്യശാലിയും വളരെ ഉറച്ച ദൃഢവിശ്വാസമുള്ള ആളുമായിരുന്നു. ഈവൺ ആഫ്റ്റർ വാക്കിംഗ് സച്ച് എ ലോങ് ഡിസ്റ്റൻസ് ഷി നെവർ സീം ടയേർഡ് ഈവൺ അറ്റ് വൺസ്. എന്താ പറയുന്നത്? ഒരു തവണ പോലും, അത്രയും ദൂരം നടന്നിട്ടും ഒരു തവണ പോലും മുത്തശ്ശി ഞാൻ ക്ഷീണിച്ചു എന്ന് പറഞ്ഞില്ല. ഇത്ര വയസ്സായില്ലേ മുത്തശ്ശിക്ക്, എന്നിട്ട് പോലും ഒരു തവണ പോലും ഞാൻ ടയേർഡായി എന്ന് മുത്തശ്ശി പറഞ്ഞില്ല.
Our journey through the crowded market, our stay at uncle's house, and our bath in the river are all wonderful memories. എന്താണ് ആ ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിലേക്കുള്ള യാത്രയും അങ്കിളിൻ്റെ വീട്ടിലെ താമസവും പിന്നെ ആ അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുഴയിലെ കുളിയും അതൊക്കെ വളരെ ഓർമ്മിക്കുന്ന നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്നെയായിരുന്നു, നല്ല ഓർമ്മകളായിരുന്നു ആണ്. ദ പാർട്ട് ഓഫ് ദ ട്രിപ്പ് ദാറ്റ് റിമെയിൻസ് ഇൻ മൈ മൈൻഡ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഫിയർ വാസ് അവർ ജേർണി ടു മസൂറി. ഈ യാത്രയിൽ എന്നെ ഏറ്റവും പേടിപ്പിച്ച കാര്യം മസൂറിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു. ഓൺ ദ വേ ദർ വാസ് എ ലാൻഡ് സ്ലൈഡ്. പോകുന്ന വഴിക്ക് വലിയൊരു കുന്നിടിച്ചിലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഹ്യൂജ് റോക്സ് ഫെൽ ഓൺ ടു ദ റോഡ് ആൻഡ് ഈവൺ ഓൺ ടോപ്പ് ഓഫ് അവർ ബസ്. ഞങ്ങളുടെ ബസ്സിൻ്റെ മേലെയും റോഡിലൊക്കെ ആയിട്ട് വലിയ വലിയ പാറകൾ വന്ന് വീണു. ഫോർച്ചുനേറ്റ്ലി നത്തിങ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ ഡ്രൈവേഴ്സ് കറേജ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഡ്രൈവറുടെ ധൈര്യവും കൃത്യമായിട്ടുള്ള ഇടപെടലും കൊണ്ട് ഒരു അപകടവും പറ്റാണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് മാറാൻ കഴിഞ്ഞു. However, we overcame all those difficulties and finally reached Mussoorie. We took Granny to the eye hospital and brought her a pair of spectacles. ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അതൊക്കെ തരണം ചെയ്ത് മസൂറിയിലെത്തി ഗ്രാനിയെ ഡോക്ടറെ കാണിച്ചു പുതിയൊരു സെറ്റ് ഓഫ് കണ്ണട വാങ്ങി. We were very happy that Granny's long cherished wish had come true. After completing everything successfully, we returned home with great joy and satisfaction. The journey taught me the value of courage, determination and never giving up in the face of challenges. അങ്ങനെ ഗ്രാനിയുടെ കന്നഡ മാറ്റുക എന്നുള്ള ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഗ്രാനിയുടെ കന്നഡ മാറ്റി കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ യാത്ര കൊണ്ട് എനിക്ക് കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റി. എന്തൊക്കെയാണ്? ധൈര്യം, എത്രത്തോളം ധൈര്യം ഉണ്ടാണ്, വാല്യൂ ഓഫ് കറേജ് അല്ലേ, ധൈര്യത്തിൻ്റെ മഹത്വം മനസ്സിലായി. ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെന്താ, ഒരിക്കലും കീഴടങ്ങാത്ത മനസ്സ്, തോറ്റുമടങ്ങാത്ത മനസ്സിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് ഈ ഒരു യാത്ര കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് മണി അച്ഛനോട് വിശദീകരിക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ്. ദി ഐ സ്പെഷ്യലിസ്റ്റ് കുഡിൻ ഫോർഗെറ്റ് ഗ്രാനി ആൻഡ് ഹിസ് ഇൻട്രാക്ഷൻസ് വിത്ത് ഹെർ. ഹി റിക്കലക്ട്സ് ദ എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. മുത്തശ്ശിയുടെ കൂടെയുള്ള ആ ഒരു ഇതല്ലേ, മുത്തശ്ശിയുടെ കണ്ണ് ചെക്ക് ചെയ്തു, അതൊന്നും ഡോക്ടർക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. വളരെ ഫണ്ണി ആയിട്ടാണ് അവർ രണ്ടാളും തമ്മിൽ വർത്തമാനം പറഞ്ഞത്, ഇടപഴകിയതൊക്കെ. സോ അതന്ന് രാത്രിയിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി. എങ്ങനെയായിരിക്കും ഡയറി എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സോ അത് ഡേറ്റ് 21/6/2026 ഒരു ഡേറ്റ് നമ്മളവിടെ ഇടുക കേട്ടോ. സോ പിന്നെന്താ, ടുഡേ എ വെരി ഇൻട്രസ്റ്റിംഗ് പേഷ്യൻറ്റ് കെയിം ടു സീ മീ. For some reason, I liked her the moment I saw her. She reminded me of my own mother. എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തോന്നി. പ്രായമായിട്ടൊരു സ്ത്രീ എന്നെ ക്ലിനിക്കിൽ വന്നു. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി, കാരണം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തോന്നി. ഷീ വാസ് വെയറിങ് എ വെരി ഓൾഡ് പെയർ ഓഫ് സ്പെക്ടക്കിൾസ്. വളരെ പഴയ ഒരു കണ്ണടയായിരുന്നു അവർ ധരിച്ചിരുന്നത്. അറ്റ് ഫസ്റ്റ് ഐ ടുക്ക് ദം ഓഫ് ആൻഡ് ത്രൂ ദം ഇൻ ടു ദ വേസ്റ്റ് ബാസ്ക്കറ്റ്. But then I jokingly told her that they were so old that they should be kept in a museum and put them aside. ആദ്യം ആ കണ്ണട വലിച്ചൂരിട്ട് അടുത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിട്ടു. പിന്നീട് ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, അല്ലേ വേണ്ട, ഇത്രയും പഴയതല്ലേ, നമുക്കിതിനെ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ട് ഞാൻ ആ കണ്ണട വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തു വെച്ചു. She also joked about me, saying that because of my large and bulky body, it would take her a little extra time to see all of me clearly. അവരും എന്നെ കളിയാക്കി, എൻ്റെ വലിയ ശരീരമായതുകൊണ്ട് കാണണമെങ്കിൽ കുറച്ചധികം സമയം അവർക്ക് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് എൻ്റെ ശരീരത്തെ അവർ പറഞ്ഞ് കളിയാക്കി. ബട്ട് ഐ തറലി എൻജോയ്ഡ് അവർ ഫ്രണ്ട്ലി എക്സ്ചേഞ്ച്. എന്നാൽ പോലും എനിക്ക് അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. Since she had been using such an old pair of spectacles for a long time, her vision could not be corrected completely. അത്രയും മോശമായിട്ടുള്ള കണ്ണട കുറേ നാൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവരുടെ വിഷൻ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. However, I prescribed the best spectacles possible to improve her eyesight. നല്ല കണ്ണട തന്നെ ഞാൻ അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. When she saw her grandson clearly, she was extremely happy. Seeing the joy on her face made me happy as well. ആ കൊച്ചുമോനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ ക്ലിയർ ആയിട്ട് കണ്ടപ്പോൾ ഗ്രാനി അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സന്തോഷം കണ്ടപ്പോൾ അത് എന്നെയും വളരെ സന്തോഷമുള്ളയാളാക്കി മാറ്റി. After thanking me warmly, she left the clinic with a smile and began her journey back home. It was a memorable day and I will always remember this cheerful and courageous old lady. അവർ എന്നോട് നന്ദി പറഞ്ഞിട്ട് അവർ കൊച്ചുമോൻ്റെ കൂടെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഞാൻ ഈ ദിവസം എന്നും ഓർക്കും. അതുപോലെ തന്നെ ആ അമ്മയെയും, നല്ല ധൈര്യമുള്ള, നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ആ അമ്മയെയും ഞാൻ എല്ലാ ദിവസവും ഓർക്കുമെന്നാണ് ഡോക്ടർ ഡയറിയിൽ എഴുതിയത്. അടുത്ത ലാസ്റ്റത്തെ ആക്ടിവിറ്റി. ഹാവ് യു റീസെൻ്റ്ലി വിസിറ്റഡ് എ ടൂറിസ്റ്റ് സ്പോട്ട് ഓർ എ പ്ലേസ് ദാറ്റ് കോട്ട് യുവർ അറ്റൻഷൻ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി? അറ്റംപ്റ്റ് എ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഓൺ ദ സ്പോട്ട് യു വിസിറ്റഡ്. നിങ്ങൾ എവിടെയെങ്കിലും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ റീസെൻ്റായിട്ട്?
അതിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത്രയും മനോഹരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മനോഹരമായിട്ടുള്ള ഒരു വിവരണം എഴുതാനാണ് പറയുന്നത്. സോ ഇവിടെ ഒരു ചെറിയൊരു വിവരണം എഴുതിയത് എ വിസിറ്റ് ഊട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് ഊട്ടി, എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ നീൽഗിരി ഹിൽസ് ഓഫ് തമിഴ്നാടു. തമിഴ്നാട്ടിലെ നീൽഗിരി ഹിൽസിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. ഊട്ടി എന്നാണ് പേര്. ദ പ്ലേസ് വാസ് സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ്, ഡെൻസ് ഫോറസ്റ്റ്സ് ആൻഡ് വാസ്റ്റ് ടീ പ്ലാന്റേഷൻ. ഡീപ്പായിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള കുന്നുകളുണ്ട്, പിന്നെ ഡെൻസ് വളരെ തിങ്ങി നിറഞ്ഞ കാടുകളുണ്ട്, വലിയ ചായത്തോട്ടങ്ങളുണ്ട്. ദ കൂൾ ബ്രീസ് ആൻഡ് പ്ലസൻറ്റ് വെദർ മെയ്ഡ് ദ സറൗണ്ടിങ്സ് റിഫ്രഷിങ് ആൻഡ് എൻജോയ്. നല്ല തണുത്ത ഇളം കാറ്റുണ്ടായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു അവിടുത്തെ. അതൊക്കെ ആ ഒരു അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കി. ദ മിസ്റ്റ് കവേർഡ് മൗണ്ടൻസ് ലുക്ക് മാജിക്കൽ ഇൻ ദ ഏർലി മോർണിംഗ്. എപ്പോഴും അവിടെ മൂടൽമഞ്ഞ് മൂടപ്പെട്ട പോലെ ഇരിക്കും അല്ലേ. അതിൽ കുന്നുകളും പർവ്വതങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് തോന്നി രാവിലെകൾ. ഐ വാസ് ഫാസിനേറ്റഡ് ബൈ ദ കളർഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ദ കാം വാട്ടേഴ്സ് ഓഫ് ഊട്ടി ലേക്ക്. ബൊട്ടാനിക്കൽ ഗാർഡനിലെ മനോഹരമായിട്ടുള്ള പൂക്കളും പിന്നെ ഊട്ടി ലേക്കിലെ നല്ല ശുദ്ധമായ വെള്ളമൊക്കെ എന്നെ കൂടുതൽ സന്തോഷവാനാക്കി. ദി ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഫിൽ മീ വിത്ത് ഹാപ്പിനെസ്. പക്ഷികളുടെ ചിലക്കലും സൗണ്ടും പിന്നെ അവിടുത്തെ ഭൂമിയുടെ സൗന്ദര്യമൊക്കെ എന്നെ ഒരുപാട് സന്തോഷമുള്ള ആളാക്കി മാറ്റി. ദ ബ്രെത്ത് ടേക്കിംഗ് സീനറി ഓഫ് ഊട്ടി ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ മൈ മൈൻഡ് ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ട്രിപ്സ് ഓഫ് മൈ ലൈഫ്. അവിടുത്തെ ബ്യൂട്ടി എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് ആകർഷിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു യാത്രയായിട്ട് ഊട്ടിയിലേക്കുള്ള യാത്ര മാറി. അപ്പോൾ അത്രയേ ഉള്ളൂ ആക്ടിവിറ്റീസ്. കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്